ജീവകാരുണ്യത്തിന് അഹിംസയുമായി അതിഗാഢമായ ബന്ധമാണ് ഉള്ളത്. അഹിംസ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. അഹിംസ പ്രതിഷ്ഠായാം തൽ സന്നിധോ വൈരത്യാഗ എന്നാണ് അഹിംസാസിദ്ധിയുടെ ഫലത്തെപ്പറ്റി യോഗശാസ്ത്രത്തിൽ പ്രതിപാദിച്ചുള്ളത്. അഹിംസാസിദ്ധിയെ പ്രാപിച്ചവർ അധിവസിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും പരസ്പരം ശത്രുക്കൾ ഉണ്ടാവില്ല. എല്ലാവരും സ്നേഹഭാവത്തോടെ സഹോദരഭാവത്തോടെ വർത്തിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. എലിയും പൂച്ചയും ഒരുമിച്ച് ഒരിടത്ത് സന്തോഷത്തോടെ സ്നേഹത്തോടെ കഴിയുന്നതും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആജന്മ ശത്രുക്കൾ പോലും വൈരം വെടിഞ്ഞ് സ്നേഹത്തോടെ സമഭാവനയോടെ അഹിംസാ സിദ്ധാന്തയുടെ മുമ്പിൽ ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അഹിംസ പ്രധാനമായിട്ടും ദാർശനികമായ ഒരു തലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി ഇവയാണ് യോഗാംഗങ്ങൾ. ഇവയിൽ യമത്തിന് അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്ന 5 പിരിവുകളുണ്ട്. ഇവയിൽ ആദ്യത്തേതായ അഹിംസ എന്നത് യാതൊരു ജീവിയെയും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പീഡിപ്പിക്കാതിരിക്കുകയാകുന്നു. കൃതം, കാരിതം, അന്യമോദിതം എന്ന ഹിംസ 3 വിധമുണ്ട്. താൻ ചെയ്തത് കൃതവും മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുന്നത് കാരിതവും വേറൊരാൾ ചെയ്യുന്നതിനെ അനുമോദിച്ചത് അന്യമോദിതവുമാകുന്നു. പിന്നെ അതിമാത്രം, മധ്യമം, മൃദു എന്ന് ഹിംസയ്ക്ക് വേറൊരു വിഭാഗം കൂടിയുണ്ട്. ഏറ്റവും തീവ്രമായ ഹിംസ അതിമാത്രവും അതിൽ കുറഞ്ഞത് മധ്യവും അതിലും കുറഞ്ഞത് മൃദുവുമാകുന്നു. ഇപ്രകാരമുള്ള ഹിംസകളിൽ നിന്ന് തന്നെ ഒന്നും തന്നെ ഹിംസകൾ ചെയ്യാതിരിക്കുന്നതാണ് യഥാർത്ഥമായ അഹിംസ. ആത്മാവിനെക്കുറിച്ചുള്ള സമ്യക്കായ അവബോധത്തിൽ നിന്നാണ് അഹിംസ ജനിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആത്മീയ തലം. ആത്മാവിനെക്കുറിച്ചുള്ള സമ്യക്കായ അവബോധത്തിൽ നിന്നാണ് അഹിംസയുടെ ജനനം. ഈ അഹിംസ കൊണ്ടാണ് ജീവകാരുണ്യം നമ്മിൽ തുടിച്ചു നിൽക്കേണ്ടത് എന്നാണ് ചട്ടമ്പി സ്വാമികൾ ഇവിടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ ജീവകാരുണ്യ നിരൂപണത്തിൽ പ്രധാനമായിട്ടും പറയുന്ന ചില കാര്യങ്ങൾ വളരെ ശാസ്ത്രീയവും യുക്തിപരവും ശരിക്കും എന്താ പറയുക താർക്കികമായ രീതിയിൽ വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് ചട്ടമ്പി സ്വാമികൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതായത് പഴയ ആ താർക്കിക ശൈലിയിൽ തന്നെയാണ് യുക്തിപരമായ രീതിയിൽ ചട്ടമ്പി സ്വാമികൾ ജീവകാരുണ്യത്തെ നോക്കിക്കാണുന്നത്. അതായത് പൂർവപക്ഷം എന്ന് പറഞ്ഞിട്ട് ഹിംസാവാദികൾ ഉന്നയിക്കുന്ന എല്ലാ ചിന്താഗതികളെയും സമഗ്രമായി സാന്ദ്രമായി പ്രതിപാദിച്ചതിന് ശേഷം തൻ്റെ സിദ്ധാന്തപക്ഷം അവതരിപ്പിക്കുന്നു. അഹിംസയിൽ അടിയുറച്ച ജീവിതം ആത്മീയ ജീവിതവുമായി അതിഗാഢമായി ബന്ധപ്പെട്ടവയാണ് എന്നും ഒരു ജൈവ സദാചാര ദർശനത്തെ രൂപവത്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ചട്ടമ്പി സ്വാമികൾ
ഈ കൃതിയിലൂടെ ചെയ്യുന്നത്. നമുക്ക് ഇനി അതിലെ ആ പൂർവപക്ഷം അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് ചട്ടമ്പിസ്വാമികൾ എന്ന് നമുക്ക് നോക്കാം.